നമസ്കാരം. ഞാൻ 2-3 ദിവസമായിട്ട് കേൾക്കുന്ന കുറേ ന്യൂസുകൾ നിലമ്പൂർ നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിനകത്ത് ഒരുപാട് ചർച്ചകൾ ഞാൻ കേട്ടു. രാഷ്ട്രീയ നിരീക്ഷകരുടെയും രാഷ്ട്രീയക്കാരുടെയും രാഷ്ട്രീയതീതമായി പ്രവർത്തിക്കുന്ന പലരുടെയും ഇത് കേട്ടു. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഒന്നുമല്ലാത്ത ഒരു അൻവർ ഇവിടെ ഒരു രാജവാഴ്ച എല്ലാവരും കുറ്റാശപ്പെട്ടു. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് എന്തോ ഒരു മന്ത്രിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരം വേണം, മറ്റേ ഇത് വനം വകുപ്പ് വേണം. ഒറ്റക്ക് നിന്ന് ഇതുവരെ ജയിക്കാത്ത ഒരു വ്യക്തിയാണ് ആ പറയണത്. അതിൻ്റെ അകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഇതുണ്ടെന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അല്ല പല PC ജോർജോ മറ്റൊന്ന് ഒറ്റക്ക് നിന്ന് ജയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം നിന്നെല്ലാം LDFൻ്റെ 2 പ്രാവശ്യം ജയിച്ചത് LDFൻ്റെ പിന്തുണയോടുകൂടി സ്വന്തമായിട്ട് നിന്നിട്ടാണ് ജയിച്ചേക്കണത്. അല്ലാതെ അദ്ദേഹം സ്വന്തമായിട്ടൊരു കഴിവ് തെളിയിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും അദ്ദേഹത്തെ ഭയക്കുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ, വലതുപക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകരുടെ എല്ലാം ഞാൻ അഭിപ്രായം കേട്ടപ്പോൾ തന്നെ ഏകകണ്ണീനെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതും പിന്നെ ഈ റോഡ് ബസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ മറുപക്ഷമായി ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഈ LDF UDF പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ വെച്ചിട്ട് കോമ്പറ്റീഷനാണ് ഞാൻ കാണുന്നത്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ വികസനത്തോ അല്ലെങ്കിൽ നമ്മുടെ ജനതയുടെ ക്ഷേമപ്രവർത്തനമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് 2 മുന്നണികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ന് യാദർച്ഛ്യമായിട്ട് ഞാൻ സുരേഷ് ഗോപിയുടെ ഒരു ഇന്നത്തെ കൺവെൻഷൻ്റെ ഇത് കേൾക്കാൻ കുറച്ച് ബൈറ്റ്സ് ഞാൻ കേട്ടു. അദ്ദേഹം വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ചില പദ്ധതികളെ പറ്റി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വെച്ചത് ഇതിൻ്റെ അകത്തൊരു കമ്മികൾ, അതായത് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പുറപ്പെടുവിച്ചാൽ അത് സംസ്ഥാന സർക്കാരിനോട് പങ്കുണ്ട് അത് പ്രായോഗികമാക്കാൻ. അതിന് സംസ്ഥാന സർക്കാരിന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്താണ് അതിനുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത്, അതിവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയിൽ നിന്ന് എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പിന്നെ ഇവിടെ ചർച്ചയായപ്പെടുന്നത് ഈ LDF UDF എന്നുള്ള, അല്ലെങ്കിൽ ആരാണ് കേമൻ, പിണറായി ആണോ, VD സതീശനാണോ, കെ സുധാകരനാണോ, ചെന്നിത്തലയാണോ, നമ്മുടെ ഇതൊക്കെ എന്നുള്ള ചർച്ചകളാണ് ഇവിടെ ചെയ്യപ്പെടുന്നത്. അതിനെ അൻവറിനെ ഒരു കേന്ദ്ര ബിന്ദുവിലാക്കിക്കൊണ്ടാണ് ഇവരെല്ലാം സംസാരിക്കുന്നത്.